പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നില പരിശോധിക്കുമ്പോൾ ആലപ്പുഴ 62.16% വോട്ട് രേഖപ്പെടുത്തുന്നു. എറണാകുളം 66% കടന്നിരിക്കുന്നു. ഇടുക്കി 62.35%, കണ്ണൂർ 62.11, കാസർഗോഡിൽ 61.32, കൊല്ലത്ത് 61.44, കോട്ടയത്ത് 61.46, കോഴിക്കോട് 64.17, മലപ്പുറത്ത് 62.27, പാലക്കാട് 64.69, പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം വേണ്ടത്ര ഉയർന്നിട്ടില്ല, 59.25% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 61.38, തൃശ്ശൂരിൽ 63.17, വയനാട്ടിൽ 61.43. ഇതാണ് ഏറ്റവും ഔദ്യോഗികമായ അവസാനത്തെ കണക്ക്. അത് പത്തനംതിട്ട ഒഴികെ മറ്റെല്ലാ ജില്ലകളും 60%-ലധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കാനുള്ളതിൻ്റെ കണക്കുകൾ നമുക്ക് സ്ക്രീനിൽ കൂടി പ്രേക്ഷകർക്ക് നൽകണം. അതിൻ്റെ വിവരങ്ങൾ കൂടി സ്ക്രീനിൽ കൂടി ഉൾപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു. കുഞ്ഞാമത് എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. കുഞ്ഞാമത്, ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, എല്ലായിടത്തും ആവേശം. കുഞ്ഞാമതിൻ്റെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഞാൻ ജിതിൻ കോട്ടയത്ത് നിന്ന്. ജിതിൻ, ഹലോ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. വളരെ മികച്ച ഒരു പോളിംഗ് ആണ് ഇവിടെ നടന്നിരുന്നത്. ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിൽ ഫുൾ തിരക്കാണല്ലേ? ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഒരു കുറച്ചു വരെ നീങ്ങി 1.5 മണിക്കൂറോളം ഞാൻ തന്നെ ക്യൂവിൽ നിന്നാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല, അത്രയും സമയം എടുക്കുന്നത്. അതുപോലെ നീണ്ട ക്യൂ ആയിരുന്നു. അത് വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുന്നു. മണ്ഡലം ഏതാ? ഞാൻ പുതുപ്പള്ളി മണ്ഡലം. പുതുപ്പള്ളിയിലാണ്. അവിടെ 60.95% പോളിംഗ് ആണ് ഏറ്റവും ഒടുവിൽ എനിക്ക് കണക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോ വലിയ ആവേശം. ഒരു 70-75% അവിടെ തൊടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും 70%-ലേക്ക് വരും. അത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ സന്തോഷത്തിന്റെ വിവരങ്ങളാണ് അവിടെ നിന്ന് ജിതിൻ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ശിവൻ എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്നാണ്. ശിവൻ ആലപ്പുഴയിൽ നിന്നാണ്. കുട്ടനാട് മണ്ഡലത്തിൽ നിന്ന്. ആലപ്പുഴയിൽ നിന്നാണ്. കുട്ടനാട് മണ്ഡലത്തിൽ നിന്ന് ആലപ്പുഴ. കുട്ടനാട് യെസ്. കുട്ടനാടിലെ വോട്ടർമാരൊക്കെ വലിയ ആവേശത്തിലാണോ? വളരെ ആവേശത്തിലാണ്. LDF സർക്കാർ വീണ്ടും വരാനുള്ള എല്ലാവിധ പ്രോത്സാഹനവും ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും 3ാം ഭരണത്തിലേക്ക് പിണറായി വിജയനെ ഉയർത്തുന്നതിന് വേണ്ടി കുട്ടനാട് ആകെ ഉണർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കുട്ടനാട് 50, പക്ഷെ വോട്ടിംഗ് വളരെ പുറകിലാണല്ലോ ശ്രീ ശിവൻ. അവിടെ 58.44% ആളുകളെ ഇപ്പൊ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ അവിടെ കുറെ കൂടി ആവേശം ആവശ്യമാണ്. മറ്റ് പല മണ്ഡലങ്ങളിൽ, അരൂർ മണ്ഡലത്തിലൊക്കെ ഞാൻ നോക്കുമ്പോൾ 66% കടന്നിരിക്കുകയാണ് അവിടെ പോളിംഗ്. അപ്പോൾ കുട്ടനാടുകാർ കുറെ കൂടി ആവേശം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മികച്ച ഒരു പോളിംഗ് പെർസെൻറ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബൂത്തുകളിലേക്ക് ജനക്കൂട്ടം ഒഴുകുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രകടമാകുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല എറണാകുളമാണ് എന്ന് പറയാം. അത് ആലപ്പുഴയിൽ 62% പോളിംഗ് ഉള്ളെങ്കിൽ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ അത് 66%-അധികം പോളിംഗ് ആയിരിക്കുന്നു. കൊല്ലത്ത് 64.44% പേർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇടുക്കി ജില്ല എടുക്കുമ്പോൾ അത് 62.35 ആകുന്നു. കണ്ണൂരിൽ അത് 62.11, ഒപ്പം കോട്ടയത്ത് അത് 61.46, കോഴിക്കോട് 64.17 എന്നിങ്ങനെ വരുന്നു പോളിംഗ് ശതമാനം. പാലക്കാട് 64.67% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ അവിടെ മികച്ച പോളിംഗ് നടന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് എനിക്കുള്ളത്. 67.21% പേരാണ് മലമ്പുഴയിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. ചിറ്റൂരാണ് മറ്റൊരു പ്രധാന മേഖല. പാലക്കാട് ചിറ്റൂരിൽ 67.55% ആളുകൾ അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട് നഗരത്തിലും നല്ല പങ്കാളിത്തം, 66.92% പേർ പോളിംഗിലേക്ക് അവരുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ചന്ദ്രൻ നായർ ഒരു മികച്ച പോളിംഗ് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്.
കണ്ടുവരുന്നുണ്ട്. എന്റെ സ്ഥലം എന്ന് പറയുമ്പോൾ കാട്ടാക്കടയാണ്. ആ. ഏതായാലും നല്ല രീതിയിൽ വോട്ടെടുപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട് സാർ. സാർ വോട്ട് ചെയ്യാൻ പോയോ? പോയി ഓക്കെ അപ്പൊ കാട്ടാക്കടയിൽ 63.71% ആളുകളാണ് പിന്നെ അവിടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുള്ളത് അല്ലേ? അതെ, അത് കൂടി വരുന്നുണ്ട് സാർ, കൂടി വരുന്നുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ചിറയൻകീഴ് മണ്ഡലത്തിൽ ഏതാണ്ട് 57% പേരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമചന്ദ്രൻ നായർ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. രാമചന്ദ്രൻ നായർ, ജനങ്ങൾക്ക് വലിയ ഒരു വോട്ടിംഗ് ആവേശം വന്നിരിക്കുന്നു. നമ്മൾ 1987 സമാനമായ ഒരു സാഹചര്യം കാണുന്നത്. 80% അന്ന് വോട്ടിംഗ് ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയ 80% കടന്ന് കേരളം വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാമചന്ദ്രൻ നായർ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ തോതിൽ ജനങ്ങളെത്തും. യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ സുമ കൂടി എന്നോടൊപ്പം ചേരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ശ്രീമതി സുമ. പെരുമ്പാവൂരല്ല, പേരാവൂർ എന്നാണ്. സുമ, പേരാവൂരൊക്കെ വോട്ടിംഗ് കുറവാണല്ലോ, എന്താണ് ആളുകൾക്ക് വലിയ താല്പര്യമില്ല ഇവിടെ? എല്ലാവർക്കും നല്ല താല്പര്യമാണ്. പക്ഷെ വോട്ടിംഗ് ശതമാനം കുറച്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ അത് മറ്റുള്ള പാർട്ടിയുടെ ആയിരിക്കും. LDF പൂർണ്ണമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരാവൂര് 62.35, പക്ഷെ തളിപ്പറമ്പിൽ 65% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പേരാവൂരിൽ കുറെ സമയമുണ്ട്. ഏതായാലും 62 ഒട്ടും മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 62.35% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീമതി സുമയൊക്കെ അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയോ? ഞാൻ രാവിലെ രേഖപ്പെടുത്തി. ശരി, ഓക്കെ, താങ്ക് യു. ദിലീപ് എന്നോടൊപ്പം ചേരുന്നത് പറവൂർ മണ്ഡലത്തിൽ നിന്നാണ്. ദിലീപ്, പറവൂർ മണ്ഡലത്തിലെ ഹലോ, ഇവിടെ കുഴപ്പമില്ല, നല്ല വോട്ടിംഗ് ശതമാനമാണ്. കനത്ത പോളിംഗ് നടക്കുകയാണ് പറവൂരിൽ. അതെ, കനത്ത പോളിംഗ് ആണ്. ക്യൂവിലൊക്കെ ധാരാളം സമയം നിൽക്കേണ്ടി വന്നോ? ഇല്ലില്ല, ആദ്യം നേരം നിൽക്കണ്ട, രാവിലെ തന്നെ പോയി വോട്ട് ചെയ്ത്. അപ്പൊ ഇതിൽ നിന്ന് ജനങ്ങൾ ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായി അല്ലേ? അതെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് വിജയിക്കുള്ളൂ, പക്ഷേ സംസ്ഥാനത്തെ LDF അധികാരത്തിൽ വരും. അത് ശരി, കൊള്ളാം. ഓക്കെ, അപ്പൊ 66% ആളുകൾ പറവൂരിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 66.48% ആളുകളാണ് അവിടെ പറവൂരിൽ അവരുടെ പോളിംഗ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്നു. സംസ്ഥാനത്ത് മികച്ച പോളിംഗ് നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ആണ് ഇപ്പോൾ എനിക്ക് പുറത്തു വരുന്നത്. ബാലചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ ബാലചന്ദ്രൻ കേൾക്കാമോ? ഓക്കെ, ഞാൻ ശ്രീ ബാലചന്ദ്രനിലേക്ക് വരാൻ. 2016 നമ്മുടെ പോളിംഗ് ശതമാനം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഏതാണ്ട് 77% ആളുകൾ പോൾ ചെയ്തിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 77.84% ആളുകൾ പോൾ ചെയ്തു. അപ്പോൾ കേരളം ഒരു 75% മുകളിലേക്ക് പോൾ ചെയ്യുന്നൊരു, അല്ലെങ്കിൽ 75% അടുപ്പിച്ച് പോൾ ചെയ്യുന്നൊരു രീതി നമുക്ക് തുടരെ കാണാൻ കഴിയുന്നു. 2021 74% ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 നമുക്ക് അത്ര പോളിംഗ് കാണാൻ കഴിഞ്ഞില്ല. 71% എത്തിയത്. അപ്പോൾ ഇടുക്കിയിലുള്ള കണക്കുകൾ ലഭിക്കുമ്പോൾ 62.35% ആളുകൾ പോൾ ചെയ്തിരിക്കുന്നു. സുധീഷ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുധീഷ് ഏത് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്തത്? സുധീഷ് കുമാർ, ആലപ്പുഴ ജില്ലയില്. ആലപ്പുഴ മണ്ഡലത്തിലാണോ? കുട്ടനാട് മണ്ഡലത്തിലാണ് സാർ. കുട്ടനാട് മണ്ഡലത്തിൽ തികഞ്ഞ ആവേശമാണെന്ന് ഇപ്പൊ എന്നോട് ഒരു പ്രേക്ഷകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. തികഞ്ഞ ആവേശമുള്ള മത്സരമായിരുന്നു നടന്നത്. ഏത് മുന്നണി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുട്ടനാട് പക്ഷേ കുറച്ച് പുറകിലാണ്. അത് എന്താ, വൈകുന്നേരങ്ങളിലാണ് കുട്ടനാട് ആളുകൾ കൂടുതലായി വരിക അല്ലേ പോളിംഗ് ബൂത്തിലേക്ക്? കുട്ടനാട് രാവിലെ നല്ല പോളിംഗ് ആയിരുന്നു. ജോലിക്ക് പോകുന്നവരൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന സിസ്റ്റം ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ പോളിംഗ് കൂടി വരുന്നുണ്ട്. 4 മണിയോടുകൂടി പോളിംഗ് ഇത്തിരി ശക്തമാകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്താണ് കുട്ടനാടുകാർ കുറെ കൂടെ ഊർജ്ജസ്വലരാകുന്നത് അല്ലേ? അതെ അതെ അതെ. ശരി, അപ്പോൾ അവിടെ വലിയ പ്രതീക്ഷയിലാണ് കുട്ടനാടുകാർ അല്ലേ? കുട്ടനാട് ഒരു പ്രതീക്ഷയിലാണ് സാറേ. എപ്പോഴെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വന്ന് നമ്മുടെ കുടിവെള്ള പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ പ്രശ്നം അല്ലേ? അതെ അതെ, ശുദ്ധജലം കിട്ടാനില്ല. അപ്പൊ ഈ സുധീഷിന്റെ വീടിന്റെ പരിസരത്തൊക്കെ ഈ ശുദ്ധജല പ്രശ്നം വലിയ തോതിൽ ബാധിക്കുന്നുണ്ടോ?
ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ട്. അപ്പൊ ഏത് ഏതായാലും സ്ഥാനാർത്ഥി ജയിച്ചാൽ നമ്മുടെ ഒരു മെയിൻ പരിഹാരമാണ് പ്രശ്നമായിട്ടിരിക്കുന്ന ഇതാണ് കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നമാണ്. അതാണ് ജയിച്ചു വരുന്ന MLA ഏറ്റവും ഗൗരവത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ ആര് ജയിച്ചാലും നമ്മുടെ സുധീഷിൻ്റെയൊക്കെ വീടിന് പരിസരത്ത് നല്ല ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ഒരു വലിയ ദൗത്യമായി തന്നെ ഏറ്റെടുക്കണം എന്നാണ് ഞാനും കരുതുന്നത്. ഓക്കെ, ഗോകുൽ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ഗോകുൽ പറയൂ സാർ. ഗോകുല് അവിടെ എങ്ങനെയുണ്ട്? പാലക്കാട് ടൗണിലാണോ ഗോകുലിൻ്റെ വീട്? നെന്മാറയിലാണ്. ഓക്കെ, അപ്പം ഗോകുലിൻ്റെ അവിടെയൊക്കെ പിന്നെ തികഞ്ഞ ആവേശത്തിലാണോ വോട്ടർമാർ? എങ്ങനെയാണ് പ്രാവശ്യം ഒരു ജനങ്ങൾക്കൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്തോ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട ലക്ഷണമാണോ വലിയ തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കാണുന്നത്? അത് ആ ഒരു ട്രെൻഡാണ് കാണുന്നത്. 65% ആളുകൾ 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ പിന്നെ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. 4 മണിയുടെ കണക്കായി ഞാനിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതായാലും 3 മണിയാകുമ്പോഴത്തേക്കും തന്നെ 65%-ലധികം പോളിംഗ് നടന്നു നെന്മാറയിൽ. കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. കനത്ത പോളിംഗ് ആണ്. അപ്പോൾ ആളുകൾക്ക് നേരെ ക്യൂവിൽ നിൽക്കാൻ അതിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. വയസ്സായ ആളുകൾക്ക് ധാരാളം വരുന്നില്ലേ ഗൂഗിൾ വോട്ട് ചെയ്യാനൊക്കെ? വയസ്സായ വരുന്നവർക്ക് എല്ലാ സൗകര്യം ഉണ്ട് അവിടെ. അവിടെ ക്യൂവിൽ നിൽക്കണ്ട, അവിടെ വന്ന് ഡയറക്റ്റായി ഇരുന്ന് അവർക്ക് അവിടെ അവരോട് കാണിക്കരുത്. ക്യൂവിൽ നിൽക്കാതെ തന്നെ അതിനൊക്കെയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ചെയ്ത് കൊടുക്കുന്നു. രാവിലെ അങ്ങനെ കണ്ടത്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശശിധരൻ വയലാർന്ന്. ശശിധരൻ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പോളിംഗ് ബൂത്തിന്റെ കാഴ്ച? അവിടെ എന്താ സംഭവിക്കുന്നത്? വോട്ട് ചെയ്തോ? ഞാൻ ചെയ്യും, ഉടനെ ചെയ്യും. എങ്ങനെയാണ് ഈ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? നല്ല സൂപ്പറായിട്ട് പോകുന്നു. ചേർത്തല മണ്ഡലത്തിൽ 70% അടുത്തായിട്ടുണ്ട്. അത് ശരി, നല്ല ബോളിംഗ് ആണ്. ഞങ്ങളെല്ലാരും ചെയ്തു. ഇനി വൈഫിനെ കൊണ്ടിപ്പോ മോനങ്ങ് വോട്ട് ചെയ്യാൻ പോയി. ഞാനും മോനും പോയി ചെയ്തിട്ട് വന്നു. പിന്നെ മറ്റേ മോൻ പോയി, ഇപ്പൊ അടുത്ത മോനും കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാന വിഷയം കുടിവെള്ളമാണോ? എന്താണ് വയലാറിലേക്ക് ആളുകൾ? കുടിവെള്ളം ഈ നാസായിയുടെ പണി നടക്കുന്ന കാരണം എപ്പോഴും ബ്രേക്ക് വരുന്നുണ്ട്. അവർ കുത്തിപ്പൊട്ടിക്കും. അല്ലാണ്ട് പിന്നെ ജപ്പാനിലുള്ള കാരണം വലിയ പ്രോബ്ലം അല്ലത്. എല്ലാ വെള്ളത്തിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നല്ല വാശിയുള്ള മത്സരം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഉഷാറുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവാസിയാണ് UDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയുടെ അയൽക്കാരനാണ്? അതെ, രാജേന്ദ്ര പ്രസാദാണ് UDF സ്ഥാനാർത്ഥി, പുതുമുഖമാണ്. അത് ശരി. അപ്പൊ അയൽക്കാരനായപ്പോ പിന്നെ വോട്ടൊന്നും ചോദിക്കാൻ ഒരു സാധാരണ ഇതിൽ വരില്ല, നമ്മുടെ ആളാന്ന് വിചാരിച്ചു കാണും അല്ലേ? അദ്ദേഹം പേഴ്സണൽ അല്ലേ, അതങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അയൽക്കാരൻ എപ്പോഴും അയൽവാസി തന്നെയാണല്ലോ. എന്നാലും സ്ഥാനാർത്ഥി നല്ല അയൽക്കാരനാണോ? എന്തോ? സ്ഥാനാർത്ഥി നല്ല അയൽക്കാരനാണോ? തീർച്ചയായും ജനകീയനാണ്. ജനകീയം എന്ന് പറഞ്ഞാൽ ജനകീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, മതം ഇതൊന്നും നോക്കാത്തൊരു ആളാണ്. പിന്നെ നമ്മുടെ മന്ത്രിയും മോശമല്ല, മന്ത്രി നല്ല പിന്നെ പേരുള്ള ആളാണ്. പ്രസാദാണല്ലോ, പ്രസാദാണ് LDF സ്ഥാനാർത്ഥി. അപ്പോ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല ഇവിടുത്തെ വോട്ടിങ് കുറെയൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ജയൻ ചേരുന്നുണ്ട്. ജയൻ തൃപ്പൂണിത്തറയെന്നാണ് വിളിക്കുന്നത് അല്ലേ? ജയൻ, ഓക്കെ. KG കുമാർ കൂടിയുണ്ട് തൃപ്പൂണിത്തറയെന്ന്. കുമാർ. ഹലോ. യെസ്, KG കുമാറിന് വലിയ ആവേശഭരിതമായ പോളിംഗ് ഒക്കെ കണ്ടപ്പോൾ കുമാറിന്റെ ഉള്ളിലിരിപ്പ് എന്താന്നൊക്കെ എനിക്കറിയാം. ആ പ്രതീക്ഷയൊക്കെ നടക്കുമോ ശ്രീ കുമാർ? നടക്കും. ചിലതൊക്കെ ഈ നാട്ടിൽ നടക്കും അല്ലേ? കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു 80-ന് മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യത. ചില സ്ഥലത്ത് 85 വരെ പോകാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട്. അപ്പോഴ് മുൻകാലങ്ങളിൽ പോളിംഗ് കൂടി കഴിഞ്ഞാൽ അത് UDF-ന് അനുകൂലമെന്നായിരുന്നു പണ്ട്. പക്ഷെ പിൽക്കാലത്ത് അത് എങ്ങോട്ട് വരും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ ഈ പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും BJPക്ക് കിട്ടും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് അവിടെ അങ്ങനെ നിൽക്കത്തില്ല, അതിൽ കൂടുതൽ പോകും. അങ്ങനെ വന്നാൽ തൂക്കുസഭയായിരിക്കും വരാൻ പോകുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശശികല എന്നോടൊപ്പം ചേരുന്നത് ചവറയിൽ നിന്നാണ്. ശ്രീ ശശികല കേൾക്കാമോ? ഓക്കെ. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് തികഞ്ഞ ആവേശത്തോടെയുള്ള ഒരു പോളിംഗ് തന്നെയാണ് കാണുന്നത്. പുനലൂരിലാണ്
അവിടെ കുറച്ചൊരു പോളിംഗ് കുറവ് 3 മണിയുടെ കണക്കാണ് ഞാൻ നോക്കുന്നത്. അത് വെച്ച് 58.42% ആളുകളാണ് പുനലൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അല്ലാതെ ചവറയിൽ നോക്കുമ്പോൾ 61 കടന്നിട്ടുണ്ട്, ഇരുവിപുരത്ത് 61% കടന്നിട്ടുണ്ട്, കരുനാഗപ്പള്ളിയിൽ 61% കടന്നിട്ടുണ്ട്, കൊല്ലം നഗരത്തിൽ 62% കടന്നിട്ടുണ്ട്, കുണ്ട്രയിൽ 62.95 കടന്നിട്ടുണ്ട്, കുന്നത്തൂരിൽ 68.82 പത്തനാപുരത്ത് 61.62 എന്നല്ല. അപ്പോൾ എല്ലായിടത്തും 60% ആളുകൾ അവിടെ പോളിംഗ് ബൂത്തിലേക്ക് അതിനപ്പുറത്തേക്ക് കടക്കുന്നു. റഷീദ് കൊയിലാണ്ടി, ശ്രീ റഷീദ് കൊയിലാണ്ടി, ശ്രീ റഷീദ് കൊയിലാണ്ടിയുടെ രാഷ്ട്രീയ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന തരത്തിലാണോ പോളിംഗ് നടക്കുന്നത്? വോട്ടുത്സവത്തിന്റെ നാളുകൾ നമ്മൾ എണ്ണിക്കഴിയുകയായിരുന്നല്ലോ. ആ ഒരു ജനാധിപത്യത്തിന്റെ വസന്തോത്സവം എത്ര മനോഹരമായിട്ടാണ് എല്ലാ ചാനലുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശമൊക്കെയാണ്. 3 മണിയാകുമ്പോഴത്തേക്കും തന്നെ 63%-ലധികം ആളുകൾ വോട്ട് ചെയ്തു. റെക്കോർഡ് പെർസെന്റേജിലേക്ക് വരാൻ പോവുകയാണ്. അതാണ് ജനങ്ങളുടെ ഈ ജനാധിപത്യത്തോടുള്ള ആ ആവേശമുണ്ടല്ലോ, അതാണ് അത് കാണിക്കുന്നത്. മാത്രമല്ല 10 കൊല്ലമായി ഭരിക്കുന്ന ഒരു ഭരണത്തെ മാറ്റിയെടുക്കണം എന്ന വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ വീറും വാശിയുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നാളിതുവരെ കേരളം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു പെർസെന്റേജോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലും. വളരെ ഗുണം ചെയ്യും, UDF വളരെ ഗുണം ചെയ്യും തീർച്ചയായിട്ടും. കേരളം ജയിക്കും, UDF നയിക്കും, ഉറപ്പാണ്. ജനരോഷമാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ശശികല കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ശശികല, കേൾക്കാമോ? കേൾക്കാം. അവിടെ എങ്ങനെയുണ്ട് ചവറയിലെ സാഹചര്യം? എന്താ? പിന്നെ നല്ല ഇലക്ഷനാണ്. നാളെ സുജിത്ത് വിജയൻപിള്ള ജയിക്കും. ആണോ? ഈ ബൂത്തിലൊക്കെ വലിയ തിരക്ക് ആണോ? നല്ല തിരക്കാ. അപ്പൊ ശ്രീമതി ശശികല പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നോ അതോ വോട്ട് ചെയ്യാൻ മാത്രമേ പോയുള്ളൂ? അല്ല, ഉണ്ടായിരുന്നു. പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് ജനരോഷമാണോ പ്രകടമാക്കുന്നത്, ജനങ്ങളുടെ ഒരു ഐക്യം അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയാണോ പ്രകടമാക്കുന്നത്? അത് ജനങ്ങളുടെ പിന്തുണയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ശരി. അപ്പൊ ചവറ മണ്ഡലത്തിൽ ഒരു തുടർച്ചയുണ്ടാകും എന്നാണ് കരുതുന്നത് അല്ലേ? അതെ. നല്ല തുടർച്ചയാണ്. നല്ല ഭരണമായിരുന്നു ഇതുവരെ കാഴ്ചവെച്ചത്. എന്താ പറയാ, നല്ല വികസനങ്ങളാണ്. റോഡായാലും കുടിവെള്ളമായാലും. ഇറങ്ങിയോ ശ്രീമതി ശശികല? അല്ല, അത്രയൊന്നും ഇറങ്ങിയില്ല. എന്നാലും ചെറുതായി ഒന്ന് പോയി എല്ലാവരെയൊക്കെ കണ്ടു അല്ലേ? അപ്പൊ ആളുകളൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചു. പോളിംഗ് ബൂത്തിൽ എന്തായാലും നിങ്ങൾ കുറെ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഏത് വിഭാഗമായാലും ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശ്രീമതി ശശികല ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? വീട്ടമ്മയാണോ? അതെ. ഓക്കെ. അപ്പൊ വീട്ടമ്മമാരൊക്കെ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട്. വീട്ടമ്മമാർക്ക് അതെ. പിന്നെ അവിടെ നിങ്ങളുടെ മണ്ഡലത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം എന്തായിരുന്നു? കുടിവെള്ളമാണോ? കുടിവെള്ളം അല്ലേ, വഴിയായിരുന്നു. വഴികളാണ് വാഗ്ദാനമായി ജനങ്ങൾ കൊടുത്തത്. നല്ല റോഡുകൾ വരും എന്നാണ് കൊടുത്തത്. ശരി, വ്യക്തമാണ്. അപ്പൊ വളരെ നന്ദി. സുഗുണൻ എന്നോടൊപ്പം ചേരുന്ന കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുഗുണൻ. ഹലോ സാറേ. കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തളിപ്പറമ്പ് നിന്നാണ്. ചുഴലി. തളിപ്പറമ്പിൽ ഭയങ്കര ആവേശം കേട്ടോ ജനങ്ങൾ. ഞാനിപ്പോ കണക്കെടുത്ത് നോക്കുമ്പോൾ 65%, 66% കടന്നെന്നാ പറയുന്നത്. ഇപ്പൊ കണക്ക് 3 മണി വരെ കിട്ടിയതിൽ 65 എന്ന് പറയുന്നു. അനൌദ്യോഗിക കണക്കുകൾ അതിന്റെ അപ്പുറത്തേക്ക് പറയുന്നു അല്ലേ? നമ്മളെ അത്രയും വികസന 10 വർഷമായിട്ട് അത്രയും ഇങ്ങനത്തെ വികസനം ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടാ. അതെ. ഭയങ്കര ജനങ്ങളുടെ നല്ല പെൻഷൻ ഒരു മുടക്കാണ്ട് കൊടുത്തു. നല്ല അടിപൊളി വികസനമാണ്. ഒരു തർക്കമില്ല. അടുത്ത വർഷം വരുള്ളൂ. നമ്മളെ പാർട്ടിന്ന് ആര് പോയാലും വന്നു. പക്ഷേ 18 കുടിശ്ശികയായിട്ട് പോയതാണ് 600 രൂപ. ഇപ്പൊ എല്ലാം +0.90 മാർക്കാണ്, ഗ്രേഡ് മാർക്കാണ് പിണറായി കിട്ടിയിട്ടില്ലേ. ഒരു കുഴപ്പമില്ല. നമ്മളെ വരുള്ളൂ. എന്താ ആരെ കുറ്റം പറഞ്ഞാൽ ശരി, പാവപ്പെട്ടവർക്കും നല്ല ഇത് സർക്കാർ ചെയ്തിന്. നമുക്ക് ഏതായാലും പിന്നെ മെയ് മാസം വോട്ടിംഗ് കഴിയുമ്പോ എന്നെ ഒന്നും കൂടി വിളിക്കണം. നമുക്ക് ഈ കണക്കൊക്കെ ഞാൻ വിളിക്കും. അത് ഉറപ്പിച്ചോ? ശരി, തുടരും. അങ്ങയുടെ അഭിപ്രായമൊക്കെ വിജയിച്ചാൽ അന്ന് മുട്ടായൊക്കെ എനിക്ക് വാങ്ങിച്ചു തരണം. ഓക്കെ, ഉറപ്പ്.
ശരി. ഓക്കെ. അജിത്ത് കരുനാഗപ്പള്ളിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, ഷിജുവും ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഷിജു ടി വിയിലേക്ക് നോക്കുകയാണ്. ഷിജു നോക്കുന്നുണ്ട്. ടെലിഫോണിലേക്ക് സംസാരിക്കും. ടി വി കുറച്ച് ലേറ്റ്. അത് വളരെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സമയമാണ്. അല്ലല്ല കേക്കാവോ സാറേ? കേൾക്കുന്നു. അതായത് ജനങ്ങളെ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു എന്താ പറയുന്ന ഈ ദുർഭരം ഭരിച്ച് മനുഷ്യനെ ഗതികേടിലേക്ക് എത്തിച്ച ഒരു സർക്കാരായി പോയത്. അപ്പൊ അതുകൊണ്ടിട്ട് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കണ്ടേക്കണത്. ജനരോഷമാണ് പ്രകടമാകുന്നതെന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും കാര്യങ്ങൾ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയെ സംബന്ധിച്ചോടാണെന്നുണ്ടെങ്കിൽ നിലവിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷം. ഏതെല്ലാം കുടിവെള്ളം ഷിജു എത്ര കാലമായി ഞാൻ കുട്ടിയായിരിക്കുമ്പോ തൊട്ട് ഈ പൈപ്പിന്റെ ചോട്ടിൽ ആള് നിന്ന് ഉള്ള പടം പത്രത്തിൽ കാണാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് അതൊന്ന് ഈ ജനപ്രതിനിധികളെ കൊണ്ട് ഇതൊന്ന് പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ? സാറേ, പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് അവര് പോലും പ്രശ്നത്തിലേക്ക് ഇടപെട്ട് ആ ഭരണകൂടത്തിൽ പോയി കിടന്ന് സമരം ചെയ്ത് ഇവര് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന പോലെയാണ് സത്യത്തിൽ ഈ ഉരുണ്ട് സമരം ചെയ്തിട്ട് ഇത് മാറുന്നില്ല അല്ലേ? മാറുന്നില്ല. കാര്യം ഈ പറയുന്ന MLA-യുടെ നേതൃത്വത്തിൽ പ്രതികാര നടപടി ചെയ്യുന്ന പോലെയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. കാര്യം ചെല്ലാനത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10 വർഷത്തിന് ശേഷമാണ് പഞ്ചായത്ത് UDF വച്ചു തുടങ്ങിയത്. ശരി, അപ്പൊ നമുക്ക് നോക്കാം ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്ന ആൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന്. തീർച്ചയായിട്ടും UDF ഭരണത്തിന് വരണമെന്ന് ജനങ്ങൾ അതിയായ ആഗ്രഹത്തിലാണ് അവിടെ ഇരിക്കണം. അപ്പൊ അവിടെ മുഹമ്മദ് ഷിയാസ് തന്നെ വൻഭൂരിശത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളതല്ല. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്ന് ഷിജു വിളിക്കണം. നമുക്ക് എന്താ പങ്കുവെക്കാം എന്ത് സംഭവിച്ചെന്ന്. തീർച്ചയായിട്ടും. അപ്പൊ രാമേന്ദ്രൻ എന്നോടൊപ്പം ചെർപ്പശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാമേന്ദ്രൻ. സാർ, ഞാൻ ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. ഉയർന്ന പോളിംഗ് ശതമാനം എന്റെ അഭിപ്രായത്തിൽ BJPക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുക്കുന്നുള്ളതാണ്. ചെർപ്പശ്ശേരിയിലോ? അതെ, ചെർപ്പശ്ശേരിയിലല്ല, ഓൾ കേരളത്തില്. ചെർപ്പശ്ശേരിയിൽ എന്ത് സമയം? അവിടെ ഷൊർണൂരല്ലേ മണ്ഡലം ചെർപ്പശ്ശേരി? അതെ, ചെർപ്പശ്ശേരിയിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൂടുതലായിട്ടും എപ്പോഴും CPM ആണ് ജയിക്കാറ്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ ഓൾ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരു നേട്ടം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം അതിന്റെ ലക്ഷണമായിട്ടാണ് ശ്രീ രാമേന്ദ്രൻ കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരു 2 അക്കത്തിലേക്ക് വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും വോട്ട് വിളിക്കണം. തീർച്ചയായിട്ടും ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. അങ്ങ് ഇത് പറയുന്നതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ഞാൻ 4-ാം തീയതി എല്ലാം ചോദിക്കും. ഞാൻ തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ട്. ഇലക്ഷൻ ദിവസം വിളിക്കുന്നുണ്ട്. വോട്ട് കൗണ്ടിംഗ് ഡേ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു ശ്രീ രാമേന്ദ്രൻ? പ്രചരണ രംഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനെല്ലാം വാച്ച് ചെയ്യുന്ന ഒരാളാണ്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണോ? ഞാൻ ഗൾഫ് റിട്ടേൺ ആണ്. പ്രവാസിയാണ്. ഞാൻ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം വാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ നല്ലൊരു മൈലേജ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസികളൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഈ ഉയർന്ന പോളിംഗ് ഒക്കെ കണ്ട് അവരൊക്കെ ആവേശഭരിതരായി ഇരിക്കുകയാണോ? അവരെ എനിക്കറിയുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോ അവര് പറയണത് ഇത് നല്ലൊരു ട്രെൻഡാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ സന്തോഷം. ശ്രീ രാമേന്ദ്രൻ ചെർപ്പശ്ശേരിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേർന്നത്. നിസാമുദ്ദീൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. നിസാമുദ്ദീൻ. ഹലോ. ശ്രീ നിസാമുദ്ദീൻ, കൊല്ലത്ത് ഏത് മണ്ഡലത്തിലുള്ള ആളാണ്? ഞാൻ കുണ്ട്ര. അപ്പൊ കുണ്ട്ര മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഒന്നിലധികം ആളുകൾ ഇന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ കുണ്ട്രയിൽ വലിയ ആവേശം ഉണ്ടെന്നാണ് ഇപ്പൊ അവിടെ നിന്ന് വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞത്. ഉണ്ടല്ലേ? തന്നെ. കുണ്ട്രയിൽ ജനങ്ങൾ വലിയ തോതിൽ ആവേശഭരിതരായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പൊ അവിടെ പോളിംഗ് ശതമാനമൊക്കെ 62-63% കഴിഞ്ഞു. 3 മണിയാകുമ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 63% ആയി 3 മണിക്ക്. ഇപ്പോൾ ഒരു 65% കടന്ന് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കിട്ടുന്ന കണക്കുകൾ അനൗദ്യോഗിക കണക്കുകളാണ്. അപ്പോൾ ഔദ്യോഗികമായി വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വലിയ ആൾക്കൂട്ടം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് ശ്രീ നിസാമുദ്ദീൻ? ഇതായത് പിണറായി വിജയന് 2ാമത് ഭരണം കൊടുത്ത് താക്കോൽ കൈക്കൊടുത്തപ്പോഴേ മനസ്സിലായി ഈ കേരളം പൊളിയുമെന്ന്. അതിന്റെ സൂചനയപ്പം കാണിക്കുന്നത്. ഒരു സംശയവും ഇല്ല. ഇവിടെ UDF വരും. ഇവിടെ വിഷ്ണുരാജ് ജയിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല.
ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൂപ്പി എന്നോടൊപ്പം ചേരുന്നുണ്ട്, വെള്ളമുണ്ടല്ലോ. സൂപ്പി, നമസ്കാരം സാർ. സൂപ്പിയൊക്കെ കാത്തിരുന്നതാണല്ലേ ഇത്? അതെ അതെ അതെ. ഈ LDF വരും ഇവിടെ, കേരളത്തിലെ LDF അല്ല വേറെ. അപ്പൊ വയനാട്ടിലൊക്കെ വലിയ ആവേശമാണോ ജനങ്ങൾക്കുള്ളത്? വയനാട്ടിൽ നല്ല നിങ്ങൾ വരുന്നുണ്ട്, വന്നിട്ടില്ലെന്നല്ല. വയനാട്ടിൽ വെള്ളമുണ്ട് വരുന്നില്ല. ഞാൻ എല്ലായിടത്തും പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച പോലെ എൻ്റെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാനാണല്ലോ വരുന്നത്. പിന്നെ സൂപ്പിയൊക്കെ എല്ലാ ദിവസവും നമ്മളെ പൊതുവേദിയിലൊക്കെ വിളിക്കുന്നുണ്ട്, വയനാട്ടിലെ ആളുകളുടെ താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ സൂപ്പി പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ഇവിടെ വരും UDF ആസ്ഥാനത്തായി. ശരി ശരി, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വ്യക്തമാണ്. അപ്പൊ നിറയെ ഞാൻ വിളിക്കും നിങ്ങളെ, കാരണം LDF വന്നതിന് ശേഷം നമ്മൾ ബന്ധപ്പെടുമല്ലോ. ഞാൻ നിങ്ങളുടെ ചിലരെയൊക്കെ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ തിരിച്ചു വിളിക്കും അല്ലെങ്കിൽ. ശരി, ഓക്കെ. അപ്പം നൗഷാദ് എന്നോട് UDF ആണ് അദ്ദേഹം പിന്തുണയ്ക്കുന്നതെന്ന് പറയുന്നു. നൗഷാദിൻ്റെ ആഗ്രഹം നടക്കില്ലെന്നാണ് അമ്പിളി പറയുന്നത്. പിണറായിയുടെ അവസാനത്തെ ഇലക്ഷനാണ് ഇത് എന്ന് നൗഷാദ് പറയുന്നു. അപ്പോൾ നിറയെ പേര് എന്നോടൊപ്പം ഇന്ന് യൂട്യൂബിൽ ചേർന്നുണ്ട്. സുനിൽകുമാറുണ്ട്, ഇന്ന് ഇടതു വലത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയൊക്കെ അറിയാമെന്ന് പറയുന്നു. ഔട്ട് എന്ന് പറയുന്നു. അപ്പോൾ വീഡിയോ മാക്സ് എന്നോട് പറയുന്നത് പെട്രോളിൻ്റെ വിലയെക്കുറിച്ചാണ്. പെട്രോൾ വില ഗ്യാസ് 900 3000 ആയി എന്ന് പറയുന്നത്. 54 110 ആയി. 900 രൂപയുടെ ഗ്യാസ് 3000 ആയി എന്ന് വീഡിയോ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളി എന്നോട് പറയുന്നു നുണേശൻ വനവാസം സ്വീകരിക്കേണ്ടി വരുമെന്ന്. ഓഹോ, നോക്കാം. അമ്പിളി തെരഞ്ഞെടുപ്പിൻ്റെ കഴിയുമ്പോൾ ഞാൻ അമ്പിളിയുടെയൊക്കെ ഈ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുനിൽകുമാർ പക്ഷേ നുണറായി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിണറായി തീർന്നാൽ തീരുന്നൊക്കെ പറയുന്നു. പിണറായിയുടെ തുടർഭരണം എന്ന് അമ്പിളി പറയുന്നു. ഓക്കെ, രാധാകൃഷ്ണൻ പക്ഷേ BJP ആണ് പിന്തുണയ്ക്കുന്നത്. ശശിധരൻ പിള്ള നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി അധികാരം ഒരിക്കലും വരില്ല എന്ന് അമ്പിളി പറയുന്നു. വീഡിയോ മാക്സ് BJPയുടെ ഏറ്റവും മോശം സർക്കാരാണ്. വിലക്കയറ്റം, അദാനി, കുംഭകോണം, കുറ്റകൃത്യങ്ങൾ, സ്കൂളുകൾ, വിമാനത്താവളങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഉസ്മാൻ എന്നോടൊപ്പം ചേർന്ന് UDFന് 104 സീറ്റാണ് ഉസ്മാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഉസ്മാൻ്റെ പ്രചരണം. ഓക്കെ, അപ്പോൾ നൗഷാദ് എന്നോട് പറയുന്നു പോളിംഗ് കൂടിയാൽ അത് UDFനായിരിക്കും എപ്പോഴും ഗുണം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് പല ഘട്ടങ്ങളിൽ പലപ്പോഴും തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സന്തോഷ് B2U എന്നോട് പറയുന്നു നിങ്ങൾ ശതമാനക്കണക്ക് നോക്കി നിൽക്കേണ്ട, മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ LDFന് തുടർ ഭരണം വരും. സന്തോഷ് എമ്മിൻ്റെ നമ്പറും ഫേസ്ബുക്ക് ID ഒക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. മനുവിൻ്റെ സങ്കടം വീണ്ടും 5 വർഷം കൂടി നീണ്ടു നിൽക്കുന്ന അതൊക്കെ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. ആരധികാരത്തിൽ വന്നാലും ഞാൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. അപ്പോൾ സന്തോഷിൻ്റെ നമ്പർ പക്ഷേ ഞാൻ ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇത് വന്നാലും എനിക്ക് സന്തോഷം തന്നെ കേട്ടോ. അപ്പോൾ ട്രീറ്റ് തരണം, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പരിഹസിക്കും. ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണൻ BJPയുടെ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയുന്നു. പൊട്ടക്കിണറ്റിലെ തവളകളാണ് കേരളത്തിൽ ഉള്ളവർ എന്ന് സുനിൽ പരിഹസിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ അബ്ദുൾ അസീസ് ഉണ്ട്, ഷർലി ജോൺ എന്നോടുണ്ട്. ഇപ്പോൾ അപ്പോൾ BJP വന്നാൽ ഉടുതുണി ഒഴിവാകും, അതാവും വികസനമെന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അബ്ദുൾ അസീസ് ഉണ്ട്, BJP അദ്ദേഹം എതിർക്കുകയാണ്. ഉസ്മാൻ പറയുന്നു 1% മാർക്കാണ് പിണറായി വിജയന് ഉസ്മാൻ കൊടുക്കുന്നു. മഹേഷ് ബാബു BJPയുടെ ആളാണെന്ന് പറയുന്നു. അജീഷ് എന്തോ ഒരു പിന്തുണ ആർക്കൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വർഗീയത UDFനെ ജയിപ്പിക്കരുതെന്ന് മഹേഷ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാർ നമസ്കാരം സാർ, ഇടതുപക്ഷത്തെ തൂത്തെറിയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയതാണ് പോളിംഗ് കൂടാൻ കാരണം എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. ഓക്കെ, ഞാൻ നൗഷാദ് എന്നോടൊപ്പം ഉണ്ട്, തൃശ്ശൂർ. നൗഷാദ്, പറയൂ നൗഷാദ്, എന്താ തൃശ്ശൂരിലെ സാഹചര്യം എന്താ? അവിടെ ഞാൻ തൃശ്ശൂർ കയ്പമംഗലം നിയോജക മണ്ഡലമാണ്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങൾ? ഇവിടെ ഇപ്പോൾ ഒരു 70% 64% പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളോട്. ഇവിടെ ഇത് നമ്മുടെ ചെങ്കോട്ട എന്ന് പറയുന്നതിന് മാർക്സ്വാഡിന് അത് ഈ പ്രാവശ്യം തൂത്തെറിയും. എറിയും, അത് 100% ഉറപ്പല്ലേ നമ്മൾക്ക്. നമ്മൾ ജനങ്ങൾ വെറുത്തു. കാരണം വികസനങ്ങളൊന്നും പറയാനില്ല, പെൻഷൻ മാത്രമേ ഉള്ളൂ. വികസിച്ചത് പിണറായിയും കുടുംബവും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വലിയൊരു മാറ്റം. അപ്പൊ ഇപ്പൊ കയ്പമംഗലത്ത് എനിക്ക് 3 മണി വരെയുള്ള കണക്കനുസരിച്ച് 60% പേര് ത്തിലധികം 60.9. അപ്പൊ ഇനി കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് അത് ഇപ്പൊ 4 മണി കഴിഞ്ഞല്ലോ, അപ്പൊ ഒരു 65-70 അടുത്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തു 80 താഴെ വന്ന് നിൽക്കും പോളിംഗ് കണക്കും. ഓക്കെ, അതായത് ഇവിടെ കുടിവെള്ള പ്രശ്നം, റോഡുകൾ താറുമാറായി കിടക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് പൊറുതിമുട്ടി. ഇത് ഇന്ത്യയില്
ലോക ചരിത്ര അവസാനത്തെ CPM-ന്റെ മന്ത്രിസഭയായിരിക്കും ഇത്. എഴുതി വെച്ച സാറ് ഇത് വിളിക്കണത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 4-ാം തീയതി ഒന്ന് എല്ലാവരുടെയും ഒരു 2 പേജ് 200 പേജിന്റെ നോട്ട്ബുക്ക് വേണ്ടി വരുന്നതാണ്. ഞാൻ എന്തായാലും എഴുതി വെക്കുന്നുണ്ട് എല്ലാ കണക്കും. ശരി ആയിക്കോട്ടെ. എന്റെ ഒരു ആഗ്രഹം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാണ് ഈ കാര്യം. ശരി, ഓക്കെ. അനിൽ എന്നോടൊപ്പം ചേരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അനിൽ, അപ്പോൾ അനിലുണ്ട്, പിന്നെ തങ്കച്ചി ചിറയൻകീഴ് നിന്നാണ് അല്ലേ? അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇവിടെ വോട്ടൊക്കെ നല്ലതായി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പോയോ? വോട്ടിങ്ങിലൊക്കെ സജീവമായി പങ്കെടുത്തല്ലോ? സജീവമായി പങ്കെടുത്തു. അപ്പൊ കുറെ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നോ, അതോ എന്തായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം? ഇല്ല, രാവിലെ പോയി. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അതുവഴി ഞാനും എന്റെ ഭർത്താവും കൂടെ പോയി വോട്ടിട്ട്. അപ്പൊ കുടുംബസമേതം ഒരു ഉല്ലാസയാത്ര പോലെ ആയി തെരഞ്ഞെടുപ്പ് ആഘോഷം. ഭർത്താവ് എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ രാവിലെ ഇവിടെ പോയതിന്? അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞൊരു ഷോപ്പിങ്ങിലൊക്കെ എന്തെങ്കിലും മോള് വോട്ടിടാൻ പോയപ്പോ കൂടെ പോയി. ആ മോളെ വോട്ടിട്ടിട്ട് ആറ്റിങ്ങിൽ കൊണ്ടുപോയി ഐസ്ക്രീം എല്ലാം വാങ്ങി തന്നു. കാലക്കി. അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പൊ മോൾക്ക് വോട്ടുണ്ടോ? മോള് വോട്ടിട്ട് വലിയ മോളാണ്. അവക്ക് 2 കുട്ടികളുണ്ട്. അവര് വോട്ടിട്ടില്ല. അവർ വോട്ടിടാറായില്ല. മോള് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. അപ്പൊ ഒരു കുടുംബസമേതം ഒരു ഹോളിഡേ ട്രിപ്പ് ആഘോഷിക്കുന്ന പോലെ വോട്ട് ആദ്യം ചെയ്തു, ആദ്യം ഉത്തരവാദിത്വം പൂർത്തിയാക്കി, പിന്നീട് ഉല്ലാസത്തിലേക്ക് കടന്നു അല്ലേ? അപ്പൊ എങ്ങനെ പ്രതീക്ഷിച്ച പോലെയാണോ കാര്യങ്ങൾ വരുന്നത്? ഈ വോട്ടിന്റെ റിസൾട്ട് വരുന്നത് പ്രതീക്ഷിച്ച പോലെ വരുമോ? പ്രതീക്ഷ പോലെ വരണം. ഒരു മാറ്റം വേണം മോനെ. ആണോ? ഭർത്താവിന് അതേ അഭിപ്രായമാണോ? അതേ അഭിപ്രായമാണ്. അതെയാ? മകൾക്കും അതാണ്. 3 വോട്ട് പോയി. ശരി. അപ്പൊ ഭർത്താവിനോടും മോളോടും മോളുടെ കുട്ടികളോടും ഒക്കെ എന്റെ പിന്നെ ആശംസകൾ അറിയിക്കണം. ഓക്കെ. പിന്നെ മോനെ, എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മള് എപ്പോഴും പാവപ്പെട്ടവരാണ്, റേഷനരി കഴിക്കണവരാണ്. അതുകൊണ്ട് ഈ റേഷനരിയിലെ മായം ചേർക്കണത് അതൊന്ന് മതിയാക്കിക്കണം കേട്ടോ മോനെ. ആര് ഭരിച്ചാലും റേഷനരിയിൽ മായമാണോ? ആണ്. എന്നും ഞാൻ റേഷനരി കഴുകിയിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ പശ പോലെ ഒട്ടും. ഓഹോ. അപ്പൊ അത് വൃത്തിയില്ല, നല്ല അത് എന്തോ സാധനം ഒഴിച്ച് ചവിട്ടി കുഴയ്ക്കുന്നതാണ്. ആണോ? നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ അത് എന്താണ്, മനുഷ്യരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങളെ പോലെയുള്ളവർ വിചാരിച്ചാൽ മാത്രമേ അതെല്ലാം നന്നായി വരുള്ളൂ. അപ്പൊ ശ്രീമതി തങ്കച്ചി വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും? വീട്ടമ്മയാണ്. ഭർത്താവ് റിട്ടയർ ആയോ? ഇല്ല, ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. അപ്പൊ റേഷൻ കടയിൽ കിട്ടുന്ന അരി ശരിയല്ല എന്നുള്ള ശരിയല്ല. കിട്ടുന്ന അരിയില് എന്തോ ഒരു സാധനം ഒഴിച്ച് ചവിട്ടി കുഴച്ചെടുക്കും. ആ കളർ അരി, ചുവപ്പ് അരി നമ്മൾ കഴുകി എടുക്കുമ്പോ വെള്ള അരി ആകുന്നു. ശരി, വ്യക്തമാണ്. അപ്പൊ നമുക്കതൊന്ന് അന്വേഷിക്കാം. ഞാനും ഒന്ന് അന്വേഷിക്കാം. ഞാൻ റേഷനരി വാങ്ങിക്കുന്ന ആളാണ്, പക്ഷേ റേഷനരി വാങ്ങിച്ച് ഞങ്ങൾ അത് തന്നെയാണ് കഴിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ദിൽഷാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. ദിൽഷാദ് LDF കാരനാണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ രതീഷ് എന്നോട് ഒപ്പം ചേരുന്നത് എറണാകുളത്താണ്. രതീഷേ. ഹലോ. കേൾക്കാമോ? കേൾക്കാം. രതീഷിന്റെ മണ്ഡലം ഏതാ? എന്റെ തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. തൃപ്പൂണിത്തുറയിൽ അട്ടിമറി വല്ലതും നടക്കുമോ രതീഷേ? തൃപ്പൂണിത്തുറയിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ എനിക്ക് തൃപ്പൂണിത്തുറക്കാരോട് ഒരു അട്ടിമറി അവർ നടത്തുന്നുണ്ട് വെച്ചാൽ അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. 70% വോട്ടിംഗ് 3 മണിയാകുമ്പോഴത്തേക്കും തന്നെ അവർ നടത്തി. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്ന് തൃപ്പൂണിത്തുറയായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പൊ ഭരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം BJP ആണ്. അപ്പം അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ പോളിംഗ് കൂടാനുള്ള കാരണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ യുവജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ആളുകൾ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്, അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോന്ന് വെച്ചാൽ നമ്മള് എല്ലാവർക്കും അറിയാവുന്നതിന്റെ കൂട്ട് 60 തൊട്ട് 70 വർഷം തോറും ഇപ്പൊ നമ്മൾ LDFും UDFും എല്ലാം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നാളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പം എങ്ങനെയാണ് ഇനി പുതിയ ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മള് ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ വികസനമാണ്. ഇപ്പൊ ഈ പറയുന്നതിനോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാര് എറണാകുളം ജില്ലയിൽ ഇപ്പൊ കുന്നത്തുനാടുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, പറവൂരുണ്ട്, അവിടെയൊക്കെ വോട്ടിംഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കുന്നത്തുനാട് 70% ഉണ്ട്, നിങ്ങളും ഏതാണ്ട് 3 മണിയാകുമ്പോഴേക്കും 70% ആയി.
അതെ, ഇപ്പൊ 68% നിൽക്കുവാണ്. അതെന്താ നിങ്ങൾ ഈ കുന്നത്തുനാടുകാർ ഈ തൃപ്പൂണിത്തറക്കാർക്കും ജനാധിപത്യത്തിൽ കൂടുതൽ ഒരു പങ്കാളിത്തം ഉണ്ട് അല്ലേ അവിടെ? എന്തുകൊണ്ടായിരുന്നു? ഇല്ല, ഇത് ജനാധിപത്യത്തിൽ പങ്കാളിത്തം ഇപ്പം കേരളം മൊത്തം എല്ലായിടവും അങ്ങനെ ആണല്ലോ. എല്ലായിടവും ഒരേ ഒരു രീതിയിലുള്ള ആവേശമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഇപ്പം ഈ പറയുന്നതിന്റെ കൂട്ട് ഇപ്പം NDA എന്ന് പറഞ്ഞ പുതിയൊരു ഇത് വന്നേക്കണെന്ന് വെച്ചാൽ നല്ലൊരു രീതിയിലാണ് അവര് ഈ പറയുന്നതിന്റെ കൂട്ട് കൂടുതൽ വോട്ടിന്റെ പെർസെന്റേജ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഈ പ്രാവശ്യം ഇലക്ഷനിൽ. അത് മാത്രമല്ല, കൂടുതൽ ഈ പറയുന്നതിന്റെ കൂട്ട് 3 തൊട്ട് 5 വരെ സീറ്റ് കിട്ടാനുള്ള ചാൻസസും ഉള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ NDA എന്ന് പറഞ്ഞാൽ. ശരി, അപ്പൊ നോക്കാം. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വിശദമായി ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ മഹേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ദിൽഷത്ത് ചേർന്നിട്ടുണ്ട്, ജിയോ വർഗീസിന് കുറെ ആയി കാണാനില്ലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പൂക്കളൊക്കെ അയക്കുന്നുണ്ട്, പൂക്കൾ, പട്ടിക്കുട്ടിയുടെ ചിത്രമൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. പിന്നെ അപ്പോൾ സുനിൽകുമാറുണ്ട്, പിന്നെ എന്നോടൊപ്പം പലരും ചേരുന്നുണ്ട്. ഗീവർട്ട് പറഞ്ഞു, ജനങ്ങൾ വിചാരിച്ചാൽ UDF തന്നെ എന്ന് പറയുന്നു. കോൺഗ്രസ് ലീഗ് മുക്തി, ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പലതും വായിക്കാനില്ല. അപ്പോൾ ഷീല പ്രസാദ് ഉണ്ട്, ഷീല പ്രസാദൊക്കെ ഞാൻ വോട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് വോട്ടൊക്കെ ചെയ്യാം. അഗസ്റ്റിൻ ചായ എന്നോട് പറയുന്നു LDF തുടരുമെന്ന് പറയുന്നു. തൃശ്ശൂർ പത്മജ ജയിക്കുമെന്ന് എന്നോട് അമ്പിളി പറയുന്നു. നോക്കാം നമുക്ക് കേട്ടോ. അമ്പിളിയുടെ പേരൊക്കെ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. സതീഷ് പറയുന്ന അഞ്ജലി പൊളിക്കും എന്നാണ് പറയുന്നത്. അഞ്ജലി നായർ, VP അഞ്ജലി എന്നാണ് പക്ഷേ അവർ ബാലറ്റ് പേപ്പറിൽ. ഇന്ന് മണിമല വരുമെന്ന് തോന്നുന്നില്ല, കമൻറ്റ് പോലും വിടുന്നില്ല, വോട്ടെടുപ്പ് കഴിയാതെ സമാധാനം കിട്ടില്ല, ജയരാജനെ കാര്യം എന്താകുമോ ആവോ, ജയ് വിളിച്ച് കുറച്ച് കാലമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല അദ്ദേഹം തിരക്കുള്ള ആളാണ്, നമുക്കറിയാം. അദ്ദേഹം അവിടുത്തെ മണിമലയിലെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പരിപാടികളും നടക്കുന്നത് പ്രധാനമായി തുടങ്ങുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ്, അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അമ്പിളി എന്നെ പൊഴുത്തുന്നുണ്ട് കേട്ടോ, നല്ല അവതാരം എന്നൊക്കെ പറയും, അവതാരകൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി അമ്പിളി, നമുക്ക് അപ്പോൾ ഞാൻ എന്തായാലും അമ്പിളിയുടെ പേരൊക്കെ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അത് നോക്കണം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ചെറിയ ഒരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ആളുകൾ എങ്ങോട്ട് പോരുത്, ഷോർട്ട് ബ്രേക്ക്. Renergy presents K-Vote. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. Co-presented by Berger. Paint your imagination. യെസ്, അപ്പോൾ പോളിംഗ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. അരുവിക്കരയിൽ ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള നമ്മൾ വിവരങ്ങൾ പ്രത്യേകം തടസ്സവുമില്ലാതെ പോളിംഗ് പുരോഗമിക്കുന്നു. പോലീസ്, കേന്ദ്രസേനാംഗങ്ങൾ ബൂത്തുകളിൽ അവിടെ വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. രാവിലെ മുതൽ നല്ല തിരക്കുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. പക്ഷേ ചിലയിടത്ത് കള്ളവോട്ടുകൾ നടക്കുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ഇടക്കൊച്ചി അക്കിനാസ് കോളേജിലെ ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്നൊരു ആരോപണം വരുന്നുണ്ട്. കാളിയത്ത് വീട്ടിലെ കുഞ്ഞുമോളുടെ വോട്ട് ആരോ ചെയ്തു. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. ഒരു മനുഷ്യൻ രാവിലെ അയാളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ കുഞ്ഞുമോൾ എത്തിയപ്പോൾ അവരുടെ വോട്ട് വേറെ ആരോ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കാരണവശാലും ഇത് കനത്ത ഇതിൻ്റെയൊക്കെ ശിക്ഷ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ ബൂത്തിൽ 228 കള്ളവോട്ട് നടന്നത്. കുഞ്ഞുമോളെത്തി ടെൻഡർ വോട്ട് ചെയ്ത് മടങ്ങി. അതൊരു സങ്കടമുള്ളൊരു വാർത്തയാണ്. തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ 226 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നു. സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ബൂത്തിലാണ് കള്ളവോട്ട്. അനിത എന്ന വോട്ടറുടെ വോട്ടും വേറെ ആരോ ചെയ്തിട്ടുണ്ട്. അനിത ടെൻഡർ വോട്ട് ചെയ്തു, മടങ്ങുകയും ചെയ്തു. അനിത പക്ഷേ UDF അനുഭാവിയാണ്, പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പെരുമാതറയിൽ ഭയങ്കര പോളിംഗ് എന്നുള്ള വിവരങ്ങൾ എനിക്ക് വരുന്നു. അമ്പലപ്പുഴയിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരാളുടെ പേരിൽ മറ്റൊരാൾ പോസ്റ്റൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. അത് പക്ഷേ പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഷാജിമോൻ എന്ന വോട്ടറുടെ പേരാണ് പോസ്റ്റൽ വോട്ടായി ചെയ്തിട്ടുള്ളത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ 139 നമ്പർ ബൂത്തിലാണ് സംഭവം. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് സാധാരണഗതിയിൽ സാധ്യമല്ല. പോസ്റ്റൽ വോട്ട് അങ്ങനെ കള്ളവോട്ട് ചെയ്യാൻ പറ്റിയാൽ വേഗം പിടിക്കാവുന്ന. പ്രിയങ്ക നായർ അവിടെ വോട്ട് ചെയ്യുന്നു, അതിൻ്റെ നടിയാണ് അവരുടെ വോട്ട്. ഭീമാപ്പള്ളിയിൽ കള്ളവോട്ട്. ഭീമാപ്പള്ളി സ്വദേശിയായ ഖദീജ ബീവിയുടെ മകളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തിരിക്കുന്നു. 196 ബൂത്തിൽ 441 ക്രമനമ്പർ വോട്ട് ചെയ്തു എന്നാണ് പരാതി. കന്നി വോട്ട് ചെയ്യാനാണ് ഖദീജ പോയത്. ആ ഖദീജയുടെ വോട്ടാണ് ആരോ ചെയ്തത്. അവിടെ പറയുന്നത് പർദ്ദയുള്ളത് കൊണ്ട് ആളെ മനസ്സിലായില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നോടൊപ്പം ഹുസൈൻ മംഗലശ്ശേരി. ഹുസൈൻ കേൾക്കാമോ? ഹുസൈൻ്റെ വീട് എവിടെയാ? മംഗലശ്ശേരിയോ? മംഗലശ്ശേരി. അതെവിടെയാ? അത് കൂമംഗളം അടുത്ത്. എവിടെയാ? കൂമംഗളം കുട്ടശ്ശേരി അടുത്ത്.
ഏത് ജില്ലയാ? ജില്ല മലപ്പുറം ജില്ല. പൂമംഗലം കുട്ടശ്ശേരി മലപ്പുറം ജില്ല. ഓഹോ, അപ്പൊ പക്ഷെ ഞാൻ അങ്ങനെ മംഗലശ്ശേരി എന്നൊരു സ്ഥലമുണ്ട് അല്ലേ, കുട്ടശ്ശേരിക്ക് അടുത്താണ്. പൂമംഗലം എവിടെയാന്ന് പറഞ്ഞേ? മംഗലശ്ശേരി. ഓ ശരി. എങ്ങനെയുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കലക്കിയിരുന്നോ? എന്താ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവിടുന്ന് മനസ്സിലാകുന്നത്? ഭയങ്കര വോട്ടിംഗ് ശതമാനമാണ് മലപ്പുറത്ത് അല്ലേ? അത് വളരെ ശതമാനം കൂടിയാണ് സാറേ. ശരി. ജനം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബിജു എന്നോടൊപ്പം ചേരുന്നു മാളൂരിൽ നിന്ന്. ബിജുവേ, ഹലോ. ടി വി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത് കേൾക്കാത്തത്. ഞാൻ പറയുന്നത് ഫോണിലൂടെ സംസാരിക്കാം. അപ്പൊ ബിജു മാളൂരാണ്. അതെ. സനോജു ഞാനും ഒരു ക്ലാസ്മേറ്റാണ്. സനോജ് ജയിക്കൂ. നമ്മളെ നാട്ടിൽ നമ്മൾ പഠിച്ചു സ്കൂളിൽ നല്ല വികസനാക്കിന്, നല്ല നല്ല പ്രവർത്തനാണ്, നല്ലൊരു പ്രവർത്തനാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്മേറ്റ് ആണ് സ്ഥാനാർത്ഥി അല്ലേ? അതെ. സനോജ് ജയിക്കൂ. ക്ലാസ്മേറ്റിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയ? അതെ, നമ്മൾ അടുത്ത സുഹൃത്തുമാണ്. നല്ല പ്രവർത്തനാണ്. നല്ല. ഞാൻ ചോദിക്കുന്നത് ക്ലാസ്മേറ്റിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയോ? പ്രചാരത്തിന് നമ്മളെ അടുത്ത് കാണുമ്പോ നമുക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും. അപ്പൊ അവന് നമ്മളെ നല്ല സുഹൃത്താണ്, നല്ല ബന്ധങ്ങളാണ്, ഓൻ ജയിക്കും. നല്ല. ശരി. അപ്പൊ എന്നോട് ഇപ്പം ചേരുന്നത് മറ്റൊരാൾ പ്രദീപാണ്. പ്രദീപ് ധർമ്മടത്തു നിന്നാണ്. പ്രദീപേ നമസ്കാരം മിസ്റ്റർ മനു. പ്രദീപ് ധർമ്മടം എന്നാണല്ലോ. പക്ഷേ ഇതിൽ ബർമുഡ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവരെ എനിക്ക് അടിച്ചു വന്ന പക്ഷേ ധർമ്മടം എന്നാണ്. ഞാൻ വിചാരിച്ചു ധർമ്മടം മണ്ഡലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി മത്സരിക്കുകയല്ലേ, അവിടുത്തെ സാഹചര്യം എന്താന്ന് മനസ്സിലാക്കാന്നാണ് വിചാരിച്ചത്. പ്രദീപ്, എങ്ങനെ ഇത് ഈ വലിയ തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് ആളുകൾ വലിയ തോതിൽ വരുന്നു എന്ന് കാണുമ്പോൾ അത് ജനങ്ങൾ ഈ ജനാധിപത്യത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്താണ് പ്രദീപിന് തോന്നുന്നത്? ഞാനിത് കാണുന്നത് വളരെയധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനാധിപത്യത്തിന്റെ ധർമ്മടം എന്നുള്ള എടുത്ത് മാറ്റണേ ഇച്ചിരി. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കത് എത്ര താല്പര്യമില്ല. ബർമുഡയെന്നോ ന്യൂയോർക്കെന്നോ എവിടെയെങ്കിലും ഇടൂ. താങ്ക് യു. നോക്കൂ, മോശപ്പെട്ട സ്ഥലമല്ല കേട്ടോ. ഞാൻ ജനിച്ചത് ധർമ്മടം മണ്ഡലത്തിലാണ്, അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് അത്. ആളുകൾ അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അവിടെ ഉണ്ടാകാം, പക്ഷെ അവിടുത്തെ മനുഷ്യർ നല്ലവരാണ്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് താങ്കൾ. അപ്പൊ താങ്കൾ അവിടെ ജനിച്ചതല്ലേ ഞാൻ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ. താങ്ക് യു സോ മച്ച്. നോക്കൂ മിസ്റ്റർ മനു, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെയാണെങ്കിലേ ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു സൗന്ദര്യമാണ് ഒരു മനുഷ്യന് ഒരു പൗരന് പോയി വോട്ടിടാനുള്ള ആ അവകാശം അയാൾ വിനിയോഗിക്കുന്നത്. അത് ഇപ്പൊ പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തെയായാലും എതിർത്തുകൊണ്ടോ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അവർ അധികാരത്തിൽ അടുത്ത് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല കാര്യം. എല്ലാവരും വോട്ട് ചെയ്യണം. ഈ ഉയർന്ന പാറ്റേൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വിജയൻ എന്നുള്ളൊരു കഥാപാത്രത്തിന് എതിരായിട്ടുള്ള, പിണറായി വിജയന് എതിരായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു വോട്ടായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതേപോലെ തന്നെ എന്റെ ഒരു ഗസ്സിങ്, ഞാൻ ഗസ്സിങ് പറഞ്ഞില്ല, കോൺഗ്രസ് ഒരു 92 മുതൽ 106 സീറ്റ് വരെ കിട്ടും. എന്റെ ഒരു കണക്കിലാണ് 92 മുതൽ 106 വരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു 22 മുതൽ ഒരു 33 സീറ്റ്. പിന്നെ ബി ജെ പിക്ക് ഒരു 11നും ഒരു 17നും ഇടയ്ക്ക് കിട്ടും. ഇതാണ് എന്റെ ഗസ്സിങ്. ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുക, ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിയൊക്കെ വെച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം പ്രദീപ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, നമുക്ക് വിളിക്കാം. ഏതായാലും വടേ വിൽസൺ എന്നോട് പറയുന്നു LDF ഫ്ലോപ്പാണെന്ന് പറയുന്നു. അപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. LDF വരും, എബോവ് 80 സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് LDF വരും എന്നാണ് പറയുന്നത്. UDF ഭരിക്കുമെന്നതിനോട് സോറ പറയുന്നുണ്ട്. പ്രമോദ് നാണുവിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കാരണം എപ്പോഴും പൊതുവേദിയിൽ കമൻ്റ് ഇടുന്ന ആൾ, ഇന്ന് ഞാൻ വിട്ടുപോയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ മാസപ്പടിയിലെ PV ആര് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ്. അപ്പോൾ പ്രതിപക്ഷം വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അബ്ദുള്ള ഇപ്പോഴും പഴയ കാലത്തെക്കുറിച്ച് പറയുന്നു എന്ന് അമ്പിളി പറയുന്നുണ്ട്. എന്താ പഴയ കാലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്പിളി വലിയ ആവേശത്തിലാണ് കേട്ടോ. PLAF ജിനീഫ്, എന്താണ് എനിക്ക് എന്തൊക്കെ പേരുകളാണ് എനിക്ക് മനസ്സിലാക്കി. ആളുകൾ സ്വന്തം പേരിടാത്ത എന്താണെന്നാണ്. അപ്പോൾ അൽഫിയ പറയുന്നത് LDF വീണ്ടും അധികാരത്തിലെത്താൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് പറയും. ഓക്കെ, അമ്പിളി എന്നെ എന്തൊക്കെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. അമ്പിളി, ആ പുകഴ്ത്തലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് ഈ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ വരെ വയറ് നിറച്ച വാഗ്ദാനങ്ങളായിരുന്നു. നാളെ മുതൽ എന്താകുമോ എന്തോ എന്ന് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ മനാഫ് ചേർന്നിട്ടുണ്ട്. മനാഫൊക്കെ 80 സീറ്റ് LDFന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മനാഫെ, ഇതൊക്കെ ഞാൻ ഈ കണക്ക് പറഞ്ഞവരുടെ കണക്കൊക്കെ ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. എപ്പിക് കേക്സ് ഇത് 3 തൊട്ട് അത് പോയ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം സുരേന്ദ്രൻ മഞ്ചേരിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ സുരേന്ദ്രൻ,
നമസ്കാരം. നമസ്കാരം. ഇത് LDF പറയുന്നത് വ്യാജമായ കാര്യങ്ങളാണെന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ 2021 തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞത് ഈ പെൻഷൻ 2500 രൂപ ആക്കുന്ന പറഞ്ഞത്. ഇപ്പോഴും 2000 കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇനി അവർ 3000 ആക്കുന്ന പറഞ്ഞതിന് വല്ല ഇതും വിശ്വസിക്കണോ ജനങ്ങളെ? അപ്പോ അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? പിന്നെ അവസാന മന്ത്രിസഭയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ലോകത്തിലെ ഇലക്ഷനിലൂടെ വരുന്നത്. അപ്പൊ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ഉണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല വലിയ പോളിംഗ് ബൂത്തിലാണ്. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് കൃഷ്ണൻകുട്ടി മണിമല വരാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയൊക്കെ അതിൻ്റെ സഹായ സഹകരണങ്ങളും ഒക്കെ ആയിട്ട് നടക്കരുത്. അപ്പം ഞാനും പറഞ്ഞു ഇന്ന് ചിലപ്പോൾ വരില്ലെന്ന്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല നമ്മുടെ പൊതുവേദിയുടെ ഭാഗമായിരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങേ സല്യൂട്ട് ചെയ്യുന്നു. നമസ്കാരം. ബിഗ് സല്യൂട്ട്. തിരിച്ചും സല്യൂട്ട് ചെയ്യുന്നു. ഞാൻ ഈ തിരക്കിനിടയിലാണ് വിളിച്ചത്. ഞങ്ങളുടെ ബൂത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. വെരി ഗുഡ്. ബൂത്തിൽ നിന്ന് പൊതുവേദിയിലേക്ക്. വെരി ഗുഡ്. തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് കെട്ടിടത്തിരുന്ന് ഞങ്ങളുടെ സഹാക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തിരുന്നാ വിളിക്കുന്നത്. അപ്പൊ അവരോടൊക്കെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. കൃഷ്ണൻകുട്ടി എല്ലാവരെയും പൊതുവേദിയുടെ ആശംസ അറിയിക്കുന്നു. ന്യൂസ് 18 ആശംസ അറിയിക്കുന്നു എല്ലാവരെയും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. അപ്പൊ ഇന്നത്തെ അവസ്ഥ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണെന്ന് അറിയാമല്ലോ. ഞങ്ങളുടെ മണിമലയാണ്, ഞങ്ങളുടെ ബൂത്ത് മണിമല സെന്റ് ജോർജ് ഹൈസ്കൂളാണ്. അടിപൊളിയാണ്. ഞങ്ങളുടെ ബൂത്തിൽ ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളത് രാവിലെ മുതലുള്ള സാഹചര്യ തെളിവെന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ലെ തന്നെ ഞങ്ങളുടെ ബൂത്തിൽ ഞങ്ങൾക്കാണ് എല്ലാ വർഷവും കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡോക്ടർ എൻ ജയരാജാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അടിപൊളിയായിട്ട് നല്ല വിജയം നേടും. അപ്പൊ ബൂത്തില് തികഞ്ഞ ആവേശമാണ്. അവിടെ കഴിഞ്ഞോ? ആളുകളൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞോ? അതോ ഇനി വരാനുണ്ടോ? ഇല്ല, മിക്കവാറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും വരാനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. വെറും 10 താഴെ ആൾക്കാർ മാത്രമേ ഞങ്ങൾ നോക്കിയപ്പം വരാൻ വേണ്ടിയിട്ടുള്ളൂ. അത് ചിലരൊന്നും സ്ഥലത്തില്ലാത്തവരും നാട്ടിൽ പോലും ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അത് ഉച്ച കഴിയുമ്പോൾ റിവ്യൂ ചെയ്യും. ആരൊക്കെ വരാനുണ്ട് അവരെല്ലാം തപ്പിപ്പിടിച്ച് നമ്മൾ കൊണ്ടുവരും. പോളിംഗ് ബൂത്തിലിരുന്നും പോളിംഗ് ബൂത്തിന് സമീപത്ത് നിന്നും ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞില്ലേ വ്യാജ വാഗ്ദാനം എന്ന് പറഞ്ഞതിന്റെ ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. അതായത് വ്യാജ വാഗ്ദാനം എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. നമ്മൾ ഈ 1000, 1600 രൂപ പെൻഷൻ ആക്കിയപ്പോൾ അത് നമ്മളെ ഈ പറഞ്ഞ പ്രകടനപത്രികയിൽ പോലും ചേർത്തിരുന്നില്ല 1600 ആക്കുമെന്ന് പറഞ്ഞിട്ട്. സാമ്പത്തിക സ്ഥിതി നന്നായ സമയത്ത് 1600 ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സർക്കാർ അങ്ങ് ചെയ്യുകയത്. അത് വാഗ്ദാനങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. അത് ആ സുഹൃത്ത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ സാമ്പത്തികം നന്നായപ്പോ 1000 1600 ആക്കി കൊടുക്കുകയത്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. എവിടെയെങ്കിലും ചെറിയ ചെറിയ കുറവുകളുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യം പരിഹരിച്ച് പോവുക ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ കേരളത്തെ നമ്മൾ ലോക നിലവാരത്തിലേക്ക് മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. വാഗ്ദാനങ്ങൾക്കപ്പുറം ചെയ്യുന്ന സർക്കാരാണ് വരുന്നത്. ഇനി ഇപ്പോൾ ഉള്ളതും വരാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ഇടതുപക്ഷ സർക്കാർ തന്നെയായിരിക്കും. അതിന് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി. അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു വടേ വിൽസൺ. പ്രദീപ് കുമാർ എന്നോട് പറയുന്നു വികസനം വരണമെങ്കിൽ BJP തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. ബിസ്മി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതിങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പലതും വായിക്കാൻ കഴിയുന്നില്ല. പ്രേക്ഷകരൊക്കെ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ചിലതൊക്കെ ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാൻ അതിനൊക്കെ അടിയിലൊക്കെ കമൻറ്റൊക്കെ ഇടാം. മിഥുൻ രാജ് എന്നോടൊപ്പം ഉണ്ട്. മിഥുൻ രാജൊക്കെ LDF 80++ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. മിഥുൻ രാജ്, അതുപോലെ അനുമഫ് എന്നോട് പറയുന്നത് UDF എന്നാണ് പറയുന്നത്. ഓക്കെ. എഡ്വിൻ ജോസ് പറയുന്നത് UDF എന്നാണ് പറയുന്നത്. പ്രദീപ് കുമാർ പറയുന്നത് LDF ആണ് എന്ന് പറയുന്നു, പക്ഷേ 66 സീറ്റ് എന്ന് പറയുന്നു. ഓക്കെ. ആരാണ് ഈ PV എന്ന് ചോദിക്കുന്നുണ്ട്. ഗോപൻ ഒക്കെ. ഫൗസി എന്നോട് പറയുന്നത് LDF വരും, വികസനം തുടരും എന്ന് പറയുന്നു. മിഥുൻ രാജ് 80+ എന്ന് ഞാൻ പറഞ്ഞല്ലോ. വൈറൽ മാജിക് ഉണ്ട്. ഷഫീഖ് പക്ഷേ UDFിൻ്റെ ആളാണ്. സന്തോഷ് LDFിൻ്റെ ആളാണ്. ഓൺലി LDF എന്നൊക്കെ പറയുന്നുണ്ട്. 100 സീറ്റ് വരെയാണ് UDFിന് ഗോപൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സന്തോഷ് പറയും ഇൻ യുവർ മൈൻഡ് ഓൺലി UDF എന്നാണ് പറയുന്നത്. അല്ലല്ല, LDF വരും എന്നാണ് പറയുന്നത്. ഓക്കെ സന്തോഷേ, ഞാൻ സന്തോഷിൻ്റെ പേരും ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഞാൻ വിളിച്ചിട്ട് നമുക്ക് അന്ന് ചർച്ച ചെയ്യാം. എന്താണ് സന്തോഷിൻ്റെ പ്രവചനങ്ങൾ എത്രമാത്രം ഫലവത്തായി നോക്കാം. ശ്രീനിവാസൻ ഹലോ. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയുണ്ട് അവിടെ? വലിയ ആവേശത്തിലാണോ തിരുവനന്തപുരത്ത് ജനങ്ങൾ? 25% കടന്നാൽ സതീശൻ പറഞ്ഞ 100 സീറ്റ് ഷുവർ എഴുതി വെച്ചോളെങ്കിൽ മനസ്സിലാക്കി എഴുതി വെച്ചോ. ഞാൻ എഴുതി വെക്കുകയും ചെയ്യും. ഞാൻ പിന്നെ ചോദിക്കുകയും ചെയ്യും. 100 സീറ്റ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്കറിയാം.
75 ഞാൻ പറയട്ടെ സാറേ, 75% പോളിംഗ് നടന്ന ഇപ്പൊ ഒരു 70 അടുത്തുകൊണ്ടിരിക്കുന്നു. 75 കടന്ന 100 സീറ്റ് UDF അധികാരത്തിൽ വരും ഉറപ്പാണ്. 73 ആയ 74 85 90 6 മണി വരെയുള്ള ഈ പിണറായി വിജയന്റെ ഈ സർക്കാർ 6 മണി വരെ കഴിഞ്ഞ അസ്തമിക്കും. ശരി, അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. 6 മണിയാകാൻ ഇനി അധികം സമയമില്ല. ഏതാണ്ട് 5:52 സമയം കുറയുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് അങ്ങളിലേക്ക് വരാം. മൈക്കിൾ ഇടിക്കുന്നു. മൈക്കിളെ നമ്മുടെ സമയം തീരുന്നു, പെട്ടെന്ന് പറഞ്ഞോ. മൈക്കിൾ നമസ്കാരം. നമസ്കാരം. മൈക്കിളൊക്കെ വലിയ ആവേശത്തിലാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അല്ലേ സാറേ? വലിയ ആവേശവും വലിയ സന്തോഷമാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. 85 സീറ്റോടെ അധികാരത്തിൽ വരും. നമ്മുടെ കേരളം ഇനിയും കുതിക്കാൻ പോവുകയാണ്. ലോകത്ത് കേരളത്തെ മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിലെ കുതിപ്പാണ് നമ്മൾ നടത്താൻ പോകുന്നത്. 85 സീറ്റോടെ വീണ്ടും വളരെ ശക്തമായി അധികാരത്തിൽ വരും. പാവപ്പെട്ട ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, ഒരാൾക്കല്ല മുഴുവൻ പേർക്കും അതിന്റെ ഗുണം ലഭിക്കും തക്ക രീതിയിലുള്ള ഇതുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. വളരെ സന്തോഷമാണ്, സന്തോഷത്തിലാണ്. അപ്പൊ അവിടെയൊക്കെ ആളുകളൊക്കെ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പ് എല്ലാ ആവേശത്തോടുകൂടി സാധാരണക്കാർ മുതൽ എല്ലാവരും, ഇവിടെ ഉള്ളവരല്ല, ലോകം മുഴുവനുള്ള മലയാളികള് വളരെ സന്തോഷത്തിലാണ്. ശരി, ഓക്കെ. അപ്പൊ വെരി ഗുഡ്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ എന്നോട് പിന്നെ പ്രമോദ് നാണു പറയുന്നത് ഒരാൾ വനവാസത്തിന് പോകുന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. നോക്കാം പ്രമോദ് നാണു എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ശ്രീദേവി എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. UDF അധികാരത്തിൽ വരുമെന്നാണ് ശ്രീദേവി പറയുന്നത്. ഹരിദാസ് ഹരി എന്നോട് പറയുന്നു BJP. അസാനിയ എന്നോട് പറയുന്നത് UDF ജയിക്കുമെന്നാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി വിടുന്നുണ്ട്. സാബു എവിടുന്നാ വിളിക്കുന്നത്? പറവൂരല്ലേ? പറവന്നൂർ. അതേത് ജില്ലയാ പറവന്നൂർ? തിരുവനന്തപുരം ജില്ല. ആഹാ, തിരുവനന്തപുരത്താണ്. ശരി. ഞാൻ ചോദിച്ചല്ല, നമുക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ട്. അത് ഇലക്ഷനായിട്ട് എനിക്ക് ഇലക്ഷനും പാർട്ടിയായിട്ടുള്ള ബന്ധമല്ല. നമുക്ക് ബസ്സുകളെല്ലാം മുട്ടുമുട്ടി പോയി. ബസ്സൊന്നും ഇല്ലേ ഇവിടെ? ബസ്സുകളൊന്നും നമുക്ക് കിട്ടാറില്ല. നിയമസഭാ മണ്ഡലം വാമനപുരം. പക്ഷെ നമ്മളെ ബസ്സുകളൊന്നും ഇല്ല. ഒരു ബസ് കിട്ടാനില്ല. നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഒന്നും യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. അത് ശരി, ബസ്സില്ല, ബസ് റൂട്ടില്ല, ഒന്നുമില്ല. ബസ് റൂട്ടുണ്ട്. പക്ഷേ ബസ്സുകൾ മൊത്തം പ്രൈവറ്റ് ബസ്സുകൾ മൊത്തവും അവരെടുത്തോണ്ട് പോയി. ബസ് സർവീസ് ഇല്ല, അത് അവരെടുത്തോണ്ട് പോയി. പക്ഷേ നമുക്ക് യാത്ര ചെയ്യണ്ടേ? നമ്മൾ സാധാരണപ്പെട്ട ജീവിക്കുന്ന ആൾക്കാരാണ്. അത് ശരി, അത് വളരെ പ്രധാനപ്പെട്ട. എന്റെ ഈ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് സാബു, അങ്ങയുടെ അഭിപ്രായം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഒരു ദിവസം അത് വിശദമായി ഒരു അങ്ങ് വിളിക്കും, നമുക്കത് കുറെ കൂടെ ഞാൻ കേൾക്കാം. ശശി ടോക്സ് എന്നോട് പറയുന്നു, ഞാൻ ബാംഗ്ലൂർ നിന്ന് വിളിക്കുന്നു. പക്ഷേ പൊതുവേദി കാണാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. BJPക്കാർ വിളിക്കുമ്പോൾ തർക്കിക്കുന്നു ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ BJP കോൺഗ്രസ് ഒന്നും ഇല്ലെന്നേ. നമ്മുടെ പൊതുവേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവായ വേദിയാണ്, അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പൊതുവേദിയിൽ ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ എഴുതിയിട്ട് ചിലതൊക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞുള്ളൂ, ചിലത് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ജനാധിപത്യത്തിൻ്റെ ഒരു മഹനീയ ഉത്സവം ഇവിടെ നടക്കുകയാണ്. പോളിംഗ് ശതമാനം മികച്ച രീതിയിൽ നീങ്ങുന്നു. 62.71% വോട്ടർമാരാണ് 3 മണിവരെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. അനൗദ്യോഗികമായ കണക്കുകൾ നോക്കുമ്പോൾ അത് 70%-ലേക്ക് കടക്കും. ഞാൻ വിചാരിക്കുന്നു ഒരു 80%-ലധികം പോളിംഗ് നടക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട, അവർ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ അവരുടെ കൂട്ടായ പ്രവർത്തനം അവരെ സഹായിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലിരിക്കുന്ന പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ വോട്ട് ചെയ്യാൻ പോയ ജനങ്ങൾ. അഭിജിത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റായി എന്നോടൊപ്പം ജോയിൻ ചെയ്തു. അഭിജിത്തെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കാണാൻ പറ്റില്ല, അഭിജിത്തൊക്കെ തിരക്കിലായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇനി ജനാധിപത്യം പുലരട്ടെ. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. ആര് ജയിച്ചാലും നല്ല ഭരണം വരട്ടെ. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.